മെഹ്റാൻ കരീമി നസേരി എന്ന ഇറാൻ വംശജൻ ട്രോളിയിൽ അടുക്കി വെച്ച് തൻ്റെ ലഗേജുകളുമായി എയർപോർട്ടിൽ തൻ്റെ ഊഴം കാത്തിരിക്കുന്ന ഈ നിസ്സഹായനായ മനുഷ്യൻ്റെ ചിത്രം ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ജീവചരിത്രത്തിൻ്റെ നേർക്കാഴ്ചയാണ്. വിമാനം വൈകിയത് മൂലമോ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടോ ചുരുങ്ങിയ മണിക്കൂറുകൾ എയർപോർട്ടിൽ കുടുങ്ങിയ യാത്രക്കാരുടെ ദുരിതങ്ങൾ പലപ്പോഴും വാർത്താമാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്നാൽ മാതൃരാജ്യം നാടുകടത്തിയ മെഹ്റാന് പൗരത്വവും യാത്രാരേഖകളുമൊക്കെ പ്രശ്നമുയർത്തിയപ്പോൾ പാരീസ് എയർപോർട്ടിലെ എമിഗ്രേഷനിൽ നിന്നും പുറത്തിറങ്ങാനാകാതെ ടെർമിനലിൽ കാത്തിരിക്കേണ്ടി വന്നത് നീണ്ട 18 വർഷങ്ങൾ. ഇത് ഒരു സിനിമാ കഥയല്ല, എന്നാൽ ഈ കഥ സിനിമ ആയിട്ടുണ്ട്. ഹോളിവുഡ് സിനിമകളിൽ മായാജാലങ്ങൾ തീർത്ത സ്റ്റീവൻ സ്പിൽബർഗ് ദി ടെർമിനൽ എന്ന ആഗോള ഹിറ്റ് സിനിമയിലൂടെ അഭ്രപാളികളിൽ പകർത്തിയത് മെഹ്റാൻ കരീമി നസേരിയുടെ വർഷങ്ങൾ നീണ്ട എയർപോർട്ട് ജീവിതമായിരുന്നു. ജീവിതത്തിൽ മെഹ്റാൻ നേരിട്ട ദുരിതങ്ങളുടെ തുടർച്ച മാത്രമായിരുന്നു പാരീസിലെ എയർപോർട്ട് ടെർമിനൽ ജീവിതവും. പാരീസിലെത്തും വരെയുള്ള മെഹ്റാൻ്റെ ജീവിതവും സംഭവബഹുലമായിരുന്നു. 1977 സ്വന്തം നാടായ ഇറാനിൽ നടന്ന ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഇറാനിലെ ഷാ ഭരണകൂടം മെഹ്റാനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി നാടുകടത്തി. ജന്മനാട്ടിൽ പൗരത്വം നഷ്ടപ്പെട്ട മെഹ്റാൻ പല രാജ്യങ്ങളിലും അലഞ്ഞു. ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ബെൽജിയത്തിലെ ഐക്യരാഷ്ട്ര അഭയാർത്ഥികളുടെ ഹൈക്കമ്മീഷണറിൽ നിന്നും ഒരു അഭയാർത്ഥി പദവി അദ്ദേഹം നേടിയെടുത്തു. അത് മുഖേന യൂറോപ്പിൽ എവിടെയും താമസിക്കാനും യൂറോപ്പിലുടനീളം സഞ്ചരിക്കാനുമുള്ള അനുമതി ലഭ്യമായി. 1986 മുതൽ ലണ്ടനിൽ താമസമാക്കിയ മെഹ്റാൻ പിന്നീട് നടത്തിയ ഒരു യാത്രക്കിടയിൽ പാരീസിൽ വെച്ച് തൻ്റെ സ്യൂട്ട് കേസ് മോഷണം പോയി. പാസ്പോർട്ട് ഉൾപ്പെടെ തൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട രേഖകൾ മുഴുവൻ ആ സ്യൂട്ട് കേസിനുള്ളിലായിരുന്നു. ലണ്ടനിൽ നിന്നും പാരീസിലേക്ക് വന്ന എയർപോർട്ട് രേഖകൾ വെച്ച് ലണ്ടനിലേക്ക് മടങ്ങിപ്പോകാനായെങ്കിലും മതിയായ രേഖകളില്ലാത്തത് മൂലം ലണ്ടൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായില്ല. അവിടെ നിന്നും തിരിച്ച് പാരീസിലേക്ക് തന്നെ അയച്ചു. പാരീസ് എയർപോർട്ടിലും അവസ്ഥ മറിച്ചായിരുന്നില്ല. പുറത്തിറങ്ങാനാകാതെ അവിടെ കുടുങ്ങി. അവിടെ നിന്നും തിരിച്ചയക്കാൻ ഒരു രാജ്യത്തിൻ്റെയും പൗരത്വരേഖകൾ മെഹ്റാൻ്റെ കൈവശമില്ല. ഏതെങ്കിലും രാജ്യത്തെ അഭയാർത്ഥിയാണെന്ന് തെളിയിക്കുന്ന രേഖകളുമില്ല. 1988 ആഗസ്റ്റ് മുതൽ മെഹ്റാൻ പാരീസിലെ ചാൾസ് ഡിഗല്ലേ എയർപോർട്ടിലെ ടെർമിനൽ 1 അന്തേവാസിയായി. എന്തെങ്കിലുമൊക്കെ നിയമപരമായ ആനുകൂല്യങ്ങൾ തൻ്റെ രക്ഷയ്ക്കെത്തുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം ദിവസങ്ങൾ തള്ളി നീക്കി. ദിവസങ്ങൾ മാസങ്ങളും മാസങ്ങൾ വർഷങ്ങളുമായി. ചാൾസ് ഡിഗല്ലേ എയർപോർട്ടിലെ ടെർമിനലിലൂടെ പല യാത്രക്കാരും വന്നുപോയി. പക്ഷേ മെഹ്റാന് മാത്രം പുറത്തിറങ്ങാനോ വിമാനം കയറാനോ ആയില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ട, സ്വപ്നം കാണാനുള്ള അവകാശം പോലുമില്ലാത്ത ജീവിതവുമായി മെഹ്റാൻ കാലം കഴിച്ചുകൂട്ടി. മെഹ്റാൻ്റെ വീടും നാടും ലോകവുമെല്ലാം ഈ എയർപോർട്ട് ടെർമിനലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ എയർപോർട്ട് അധികൃതർ ടെർമിനലിൻ്റെ ഒരു കോണിൽ ഒരു മേശയും കസേരയും അന്തിയുറങ്ങാൻ അല്പം ഇടവും നൽകി. ഇയാളെക്കുറിച്ചറിയുന്ന യാത്രക്കാരും ടെർമിനലിലെ കച്ചവടക്കാരും നൽകുന്ന സഹായങ്ങളായിരുന്നു മെഹ്റാൻ്റെ ജീവിതമാർഗം. ഇതിനിടയിൽ എയർപോർട്ടിലെ ടോയ്ലറ്റ് ശുചീകരണ ജോലി ഏറ്റെടുത്തും എയർപോർട്ടിലെ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചും വർഷങ്ങൾ കഴിഞ്ഞുപോയി. എയർപോർട്ട് ജീവിതം 4 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ, അതായത് 1992 ക്രിസ്ത്യൻ ബോഗറ്റ് എന്ന മനുഷ്യാവകാശ പ്രവർത്തകനായ അഭിഭാഷകൻ മെഹ്റാന് വേണ്ടി നിയമപോരാട്ടം നടത്തി. പക്ഷേ വിധി അനുകൂലമാകാതിരുന്നതിനാൽ മെഹ്റാൻ്റെ ടെർമിനൽ വാസം വീണ്ടും നീണ്ടുപോയി. പുസ്തകം വായിച്ചും ഡയറി എഴുതിയും ഇക്കണോമിക്സ് പഠിച്ചുമൊക്കെ അദ്ദേഹം സമയം തള്ളി നീക്കി. വിമാനങ്ങൾ പൊങ്ങുന്നതും താഴുന്നതും നോക്കി കാലം കഴിച്ചു. ഈ കാലയളവിൽ പല ഡോക്യുമെൻ്ററികളും പുസ്തകങ്ങളും ലേഖനങ്ങളുമൊക്കെ മെഹ്റാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങി. അവയൊക്കെ വൻ ഹിറ്റുകളായെങ്കിലും നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് പകരം നൽകാൻ അവയ്ക്കൊന്നും ആകുമായിരുന്നില്ല. പിറന്ന നാട്ടിൽ നിന്നും തന്നെ പുറത്താക്കിയ ഇറാനാണ് തൻ്റെ ജീവിതത്തിലെ മുഴുവൻ ദുരന്തങ്ങൾക്കും കാരണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. താൻ ഇറാൻകാരനായ മെഹ്റാൻ കരീമി നസേരിയല്ലെന്നും രാജ്യമില്ലാത്ത സർ ആൽഫ്രഡ് മെഹ്റാനാണെന്നുമായിരുന്നു മെഹ്റാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഇതിനിടയിൽ മെഹ്റാന് പൗരത്വം നൽകാൻ ഫ്രാൻസും ബെൽജിയവും തയ്യാറായി.
പക്ഷേ സർ ആൽഫ്രഡ് മെഹ്റാൻ എന്ന പേര് തെളിയിക്കാനുള്ള രേഖകളില്ലാതിരുന്നതുകൊണ്ട് ആ ശ്രമവും വിഫലമായി. പുസ്തകങ്ങളും പത്രങ്ങളും വാരികകളുമൊക്കെ പലരും മെഹ്റാന് വായിക്കാൻ വേണ്ടി സൗജന്യമായി നൽകി. ഇതിനിടയിൽ അദ്ദേഹം എഴുതിയ ആത്മകഥ 2004 പുറത്തിറങ്ങി. ബെസ്റ്റ് സെല്ലറായിരുന്നു ദി ടെർമിനൽ മാൻ എന്ന മെഹ്റാന്റെ ആത്മകഥ. 2004 തന്നെയായിരുന്നു മെഹ്റാന്റെ ടെർമിനൽ ജീവിതം സ്റ്റീവൻ സ്പിൽബർഗ് സിനിമയാക്കിയത്. ദ ടെർമിനൽ എന്ന സിനിമ ആഗോളതലത്തിൽ വൻ വിജയമാണ് നേടിയത്. 219 ദശലക്ഷം ഡോളറിന്റെ വരുമാനമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഡ്രീം വർക്ക്സ് പ്രൊഡക്ഷൻ $2.5 ലക്ഷം മെഹ്റാന് നൽകിയതായി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2006 മെഹ്റാന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രി വിട്ട ശേഷം റെഡ് ക്രസന്റ് അഭയകേന്ദ്രത്തിലും പിന്നീട് പാരീസിലെ പ്രമുഖ ചാരിറ്റി കേന്ദ്രത്തിലുമായി ജീവിതം തുടർന്നു. വിമാനങ്ങളുടെ ഒച്ചയും യാത്രക്കാരുടെ തിരക്കും വിട്ടൊഴിഞ്ഞ പുറം ലോകത്തേക്ക് മെഹ്റാൻ എത്തിയെങ്കിലും അത് തനിക്ക് നഷ്ടമായ യുവത്വകാലത്തിന് പകരം വയ്ക്കാനാകുമായിരുന്നില്ല. 1988 ആഗസ്റ്റിൽ തുടങ്ങിയ മെഹ്റാന്റെ ടെർമിനൽ ജീവിതം അവസാനിക്കുന്നത് 2006 ജൂലൈ മാസത്തിലായിരുന്നു. മെഹ്റാനെ കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എയർപോർട്ടുകളിൽ ഇതുപോലുള്ള പല അഭയാർത്ഥികളും പല സമയങ്ങളിലും കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ ദിവസങ്ങളും മാസങ്ങളും നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അവർക്കൊക്കെ മോചനം ലഭ്യമായിട്ടുണ്ട്. പക്ഷേ നിയമ പോരാട്ടം നടത്താനുള്ള രേഖകൾ പോലും മെഹ്റാന്റെ കയ്യിൽ ഇല്ലാതിരുന്നതാണ് മെഹ്റാന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാകും: മനുഷ്യ ജീവിതത്തിന് കടലാസിന്റെ വില പോലുമില്ല. കടലാസുകൾ നഷ്ടപ്പെട്ടാൽ മണ്ണിൽ ചവിട്ടി നിൽക്കാനുള്ള അവകാശം പോലും മനുഷ്യനില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും കടന്നു വരാവുന്ന ഒരു ദുരന്തമായി ഈ മനുഷ്യന്റെ ജീവിതത്തെ നമുക്ക് കാണാൻ കഴിയും. 3 തലമുറകൾക്ക് മുമ്പുള്ള പിതാമഹന്മാരുടെ പൗരത്വ രേഖകൾ ചോദിക്കുന്ന രാജ്യത്ത് ജീവിക്കുമ്പോൾ കയ്യിലുള്ള രേഖകൾ കൂടി നഷ്ടമായാൽ മറ്റൊരു മെഹ്റാനായി മാറും നമ്മൾ ഓരോരുത്തരും.